എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് നേര്യമംഗലം ആ, ആനന്ദ് മോൻ്റെ വീട്ടിലാണ് കേട്ടോ. നമ്മൾ ഈ മാസം നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മോന് ഹെഡ് അഡ്ജസ്റ്റബിൾ കോട്ടും മാട്രസും വേണമെന്നുള്ളത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സ്പോൺസറും കുടുംബവും ആ മാട്രസും കോട്ടൊക്കെ എത്തിച്ച് നൽകിയിട്ടുണ്ട്. ഒരുപാട് നന്ദി. അത്രയും അധികം ബുദ്ധിമുട്ടുള്ളൊരു കുടുംബത്തിന് വലിയൊരു സഹായം നൽകിയാണ് കേട്ടോ നിങ്ങൾ ചേർത്ത് പിടിച്ചത്. എന്നും ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ ഒരു മാട്രസും കട്ടിലും അവിടെ കൊണ്ട് ചെല്ലുമ്പോഴേ ടീച്ചർ പറയുന്നുണ്ട് വളരെ ചെറിയൊരു വീടാണ്, സിംഗിൾ മതി. നമ്മൾ സിംഗിൾ കോട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തതും, പക്ഷേ എന്നിട്ട് പോലും അവിടെ ഇടാനുള്ള സ്ഥലപരിമിതി വളരെ ബുദ്ധിമുട്ടായിരുന്നു. പല ഫ്രിഡ്ജ് കയറി വരുന്ന റൂം, ആ ഒരു ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു ഫ്രിഡ്ജ് വെച്ചിരുന്നത്. മോന് കിടക്കാൻ പാകത്തിന്. എന്നിട്ട് ആ ഫ്രിഡ്ജ് എടുത്ത് ബാക്കിലേക്ക് വെച്ചതാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവന് അതിൽ കിടക്കാൻ പേടിയാണ്. താഴേക്ക് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ താഴേക്ക് വീഴുമോ എന്ന് ഓർത്തിട്ട് അവൻ കിടക്കുന്നില്ല എന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞത്. എന്നിരുന്നാലും അവർ പരിശ്രമിക്കുന്നുണ്ട് മാക്സിമം അവനെ കൊണ്ട് അതിൽ കിടത്താൻ വേണ്ടി. കുറച്ച് സൗകര്യങ്ങൾ കുറച്ച് എന്താ പറയുക, കുറച്ച് സ്ഥലവും കൂടി അവിടെ റെഡിയാക്കണം, എന്നാലാണ് അവനത് കിടത്താൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത് 12 വയസ്സുള്ള മോനാണ്. ഒരുപാട് പരിമിതികളും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അവൻ അലട്ടുന്നുണ്ടെങ്കിലും അച്ഛനമ്മമാരെ കണ്ട് കേട്ടറിഞ്ഞ് പക്വതയോടുകൂടി അവൻ പെരുമാറുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. നമ്മൾ പല വീടുകളിലും പല അവസ്ഥകളാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ഞങ്ങൾ ചെന്നപ്പോഴുള്ള അനുഭവം എന്ന് പറയുന്നത്, ഇന്ന് കുറച്ച് വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് കൂടും, കാരണം അവനെക്കുറിച്ച് അത്ര അധികം ഞങ്ങൾക്ക് സന്തോഷത്തോടു കൂടി പറയാനുണ്ട്. എപ്പോഴേക്കോ വാക്കുകൾ ഇടറുന്നുണ്ടെങ്കിലും ഞങ്ങളോട് അച്ഛനും മുത്തശ്ശിയൊക്കെ ഇരുന്ന് പറഞ്ഞ കാര്യമാണ്. അവന് വളരെ കുറച്ച് ആഗ്രഹങ്ങളേ ഉള്ളൂ, വളരെ പരിമിതമായ ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങളിൽ അവൻ അച്ഛനോട് പറയാറ്, അച്ഛൻ ഓട്ടോ ഓടിക്കുന്ന ഒരാളാണ്, തൊട്ടടുത്ത് തന്നെയാണ് ഓട്ടോ ഓടിക്കുന്നത്. കാരണം മോൻ്റെ എല്ലാ കാര്യത്തിനും അച്ഛനാണ് ഓടി വന്ന് എല്ലാം ചെയ്ത് കൊടുത്ത് പോകുന്നത്. കാരണം ബാക്കി ആർക്കും അവൻ എവിടെ തൊട്ടാലും അവന് വേദന, അച്ഛൻ മാത്രമാണ് അവന് സേഫായിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ ഞങ്ങൾ ചോദിച്ച മോൻ എന്താ വേണ്ടത്, നമ്മൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞതാണ്, അവൻ പറഞ്ഞ മറുപടി. അച്ഛൻ ഓട്ടോ ഓടി വന്ന് രാത്രി എങ്ങാനും ചോദിക്കുന്നൊരു കാര്യമാണ് അവൻ ആദ്യം ചോദിക്കുക, അച്ഛൻ്റെ കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവൻ്റെ ഒരു ആഗ്രഹം പറയുന്നതെന്ന്. അവൻ്റെ ഈ ഒരു അവസ്ഥയിലും അവൻ്റെ മാതാപിതാക്കളെക്കുറിച്ചുള്ള അവൻ്റെ ആ ഒരു കരുതൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എന്തുണ്ട് എൻ്റെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സ്, അവൻ്റെ പക്വത എന്നും ആ മോൻ ആ മാതാപിതാക്കൾക്ക് തണലായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് അവൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ വന്ന് പറയുന്നത്, ഈ മോൻ്റെ രോഗത്തിന് ചികിത്സയില്ല, അവൻ്റെ രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ച. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോഴാട്ടോ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദന. അത്ര നേരം അവനോട് വിശേഷങ്ങൾ, അവൻ്റെ രോഗത്തെക്കുറിച്ച് നന്നായി ബോധ്യമുള്ളൊരു കുട്ടിയാണ്. എന്ത് പറഞ്ഞ് ദൈവം മാറ്റിത്തരും, നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ രോഗത്തിനുള്ളൊരു സപ്പോർട്ട് നമുക്ക് ചെയ്യാം, ഒന്നും പറയാനില്ല ഞങ്ങൾക്ക്. അവനായിക്കൂടി കഴിക്കുന്ന വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണ് മന്ത്ലി മേടിക്കുക. നമ്മുടെ അമൃത ഹോസ്പിറ്റലിലുള്ള ചെക്കപ്പ് മാത്രമാണ്. ദൈവത്തിൻ്റെ മിറാക്കിൾ തടയാൻ ആർക്കും സാധിക്കില്ലല്ലോ. അങ്ങനെ ഒരു മിറാക്കിൾ സംഭവിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അവൻ വരച്ച ചിത്രങ്ങളാണ് കേട്ടോ. ഒരുപാട് സന്തോഷം. പടങ്ങളെല്ലാം അവൻ വരച്ചിട്ടുള്ളതാണ്. ടി വി കാണില്ല, ഫോണിൽ കാണുന്ന കുറച്ച് ഭാഗങ്ങൾ ഓർമ്മയിൽ വെച്ചിട്ട് ഫ്രീ ആവുന്ന സമയത്ത് വരയ്ക്കുന്നതാണ് കേട്ടോ. സ്കെയിൽ പോലും ഉപയോഗിച്ചിട്ടില്ല, അവൻ്റെ കൈകൊണ്ട് മാത്രം വരച്ച പിക്സാണ്. സത്യം പറഞ്ഞാൽ അത്ഭുതമാണ്. അതിനൊക്കെ എന്തൊക്കെയോ കോഡ് ഭാഷയിൽ അവൻ എഴുതിയിട്ടുമുണ്ട്. എന്തായാലും ആ അച്ഛനും അമ്മയ്ക്കും തണലാവുന്ന മോനായിട്ട് ഒരു മിറാക്കിൾ സംഭവിക്കാൻ വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കുക. താങ്ക് യു. മാസത്തിൽ നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു സപ്പോർട്ട് എത്തിക്കാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കഴിയുന്ന പോലെ കൂടെ ഉണ്ടാവണേ.